ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മൾ പാവപ്പെട്ട രോഗികളെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും, അപ്പോൾ അതിനൊരു ടിപ്സ് പറഞ്ഞു തരാനാണ്. അപ്പോൾ നമ്മൾ ക്യാൻസർ രോഗികളെ, എയ്ഡ്സ് രോഗികളെ, കിഡ്നി പേഷ്യൻസ്, അങ്ങനെ ഒത്തിരി രോഗികളുണ്ട് നമ്മളെ സമൂഹത്തിൽ അല്ലേ. അവരൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യം നമ്മൾ ഇതുപോലുള്ള ഒരു ഉണ്ടിക പാത്രം എടുക്കുക. അതിൽ നമ്മൾ 10 രൂപ, 50 രൂപ, എത്രയും നമ്മളെ കയ്യിലുള്ളെങ്കിൽ അത് നമ്മൾ അതിൽ നിക്ഷേപിക്കുക. അങ്ങനെ ഒരു മാസം ആവുമ്പോൾ അതിപ്പോൾ 10 രൂപയുള്ളെങ്കിൽ മാസം 300 രൂപയായി. ഇപ്പം 50 രൂപ ഇടണമെങ്കിൽ നമുക്കത് 1500 രൂപയായി. 100 രൂപ ഇടണമെങ്കിൽ മാസം 3000 രൂപയായി. ഇപ്പോൾ ഡെയിലി 500 രൂപ ഇടുകയാണെങ്കിൽ മാസം 15000 രൂപയായി. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന, കഴിവുള്ള ആളുകൾ വലിയ സംഖ്യ ഇടുക, കഴിവില്ലാത്തവർ ചെറിയ സംഖ്യ 10 രൂപ ഇട്ടാലും മതി. ഇപ്പോൾ 50 രൂപ ഇട്ടാലും 50 രൂപയെ കഴിയുള്ളെങ്കിൽ അതിടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പാവപ്പെട്ട രോഗികളെ നമുക്ക് സഹായിക്കാൻ പറ്റും. അത് മാസം ഒരു 2-3 മാസം കഴിഞ്ഞാൽ വലിയൊരു സംഖ്യയായിട്ട് മാറും. അപ്പം നമുക്കെന്തായി, നമ്മൾ ആ പാവപ്പെട്ട രോഗികളെ നമ്മൾ സഹായിച്ചു എന്നുള്ള ഒരു സന്തോഷം നമുക്ക് കിട്ടും. അവർക്കൊരു ഹെൽപ്പും ആവും. അതേപോലെ വീടില്ലാത്ത ആളുകൾ, പ്രകൃതി ദുരന്തത്താൽ വലയുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ വയനാടൊക്കെ സംഭവിച്ച ദുരന്തം, അങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പം അതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലാതെ നമ്മൾ ആരുടെ കയ്യിലും സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു സഹായമാവും, നമുക്കൊരു സംതൃപ്തിയാവും. അപ്പം എല്ലാവരും ഇത് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് മുതൽ തുടങ്ങുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.